വെറും 1500 രൂപയ്ക്ക് ഒരു ഓയിൽ ചേഞ്ച് ചെയ്താൽ തീരാവുന്ന ഒരു പ്രശ്നത്തിനാണ് ഇപ്പോൾ ഈ ഒരു MTൻ്റെ A to Z സാധനങ്ങൾ, അതായത് കേസുകളല്ലാത്ത ബാക്കി എല്ലാ പാർട്സും മാറ്റേണ്ട ഒരു കണ്ടീഷനിക്ക് ഈ ഒരു വണ്ടി എത്തിയിട്ടുള്ളത്. 2022 മോഡൽ MT15 ആണ്, വെർഷൻ 2 മോഡൽ. വെർഷൻ 2 മോഡലൊക്കെ ഇങ്ങനെ എൻജിൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ കസ്റ്റമർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് മാത്രമാണ്. അതായത് കറക്റ്റ് ടൈമിൽ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു പ്രശ്നമാണ് ഇതിന്. ഓൾമോസ്റ്റ് ഇപ്പോൾ നമുക്കിതിനൊരു 35,000 അടുത്ത് ഈ ഒരു എഞ്ചിന് റീസ്റ്റോർ ചെയ്യാൻ വന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഹെഡിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെയൊക്കെ ഒരു ഹെഡിൻ്റെ കണ്ടീഷൻ ആവണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഓയിൽ ചേഞ്ച് ചെയ്യാതെ എങ്ങനെ ഓടിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഹെഡ് മാറണോണ്ട് തന്നെ നമ്മൾ ഹെഡ് ഇങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ അത് ക്യാം ഷാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, റോക്രാമ്പ് കംപ്ലീറ്റ് ആവും. ഇത് VVA വരുന്ന മോഡലായതുകൊണ്ട് VVAൻ്റെ റോക്രാമ്പിന് മാത്രം വരുന്നുണ്ട് 7000 സംതിങ്. അപ്പോൾ അങ്ങനെ കോസ്റ്റ് വന്ന് അതുപോലെ തന്നെ ഈ സിലിണ്ടർ കിറ്റ് കംപ്ലീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ക്ലച്ച് കംപ്ലീറ്റ് ഓൺ ഔട്ടായി കത്തിപ്പോയി, മൊത്തം ക്ലച്ച് കംപ്ലീറ്റ് കത്തിപ്പോയി. അപ്പോൾ ഇത്രയും പാർട്സ്, അതേപോലെ ക്രാങ്ക് കംപ്ലീറ്റ് പോയി. അപ്പോൾ ഇത്രയും പാർട്സ് ഇതിൽ മാറി വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 35,000 അടുത്ത് ഇതിന് കോസ്റ്റ് വരും. അപ്പോൾ മെയിൻ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യുക. അത് നിങ്ങൾ ഇൻ്റർവെല്ലിൽ കുറച്ചുകൂടി നേരത്തെ ആക്കിയാലും കുഴപ്പമില്ല, ഡൗട്ടുള്ള ആൾക്കാരാണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഓയിൽ ഫിൽറ്റർ ഒറിജിനലിന് ഇടാൻ ശ്രമിക്കുക. ഒറിജിനൽ 200 സംതിങ് പ്രൈസ് വരുന്നുണ്ട്. ബട്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ലോക്കൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഓറിങ്സും കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ്സ് പെട്ടെന്ന് വന്ന് ഓയിൽ ഫിൽറ്ററിൻ്റെ വർക്കിംഗ് നടക്കാതെ ആവും. അപ്പോൾ ഓയിൽ സപ്ലൈ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അപ്പോൾ ഹെഡിൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഫുള്ളി സിന്തറ്റിക് ഓയിലിനെ ഒഴിക്കുക, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓയിൽ ഫിൽറ്റർ ഒറിജിനലും ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ വണ്ടി ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിൻ്റെ ലൈഫ് മാക്സിമം കിട്ടും. അത് നിങ്ങൾ എത്രത്തോളം നോക്കാണ്ട് പോകുന്നു നിങ്ങൾക്ക് ഇതേപോലെ പണി കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഹാഷ് മോട്ടോഴ്സ് ഫോളോ ചെയ്യുക. താങ്ക് യു.